പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മാലിയിൽ തീവ്രവാദ സംഘടന തട്ടിക്കൊണ്ടുപോയ 3 ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജൂലൈ 1 മാലിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായ തീവ്രവാദ ആക്രമണ പരമ്പരയിലാണ് കേസ് നഗരത്തിലെ സിമന്റ് ഫാക്ടറി തൊഴിലാളികളായ ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയത്. വിവരങ്ങളുമായി രാജേഷ് ചേരുന്നു. രാജേഷ്, 3 ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. അർജുന, ജൂലൈ 1 ഇതുപോലെ 3 തൊഴിലാളികളായ ഇന്ത്യക്കാരെ ഇതുപോലെ ഭീകരർ തട്ടിക്കൊണ്ടു പോകുന്നത്. പശ്ചിമ മാലിയിലെ ഡയമണ്ട് സിമന്റ് ഫാക്ടറിയിൽ നടന്ന ആക്രമണത്തിനിടെയാണ് ഇതുപോലെ 3 പേരെ ഈ ഭീകരർ തട്ടിക്കൊണ്ടു പോയതെന്നാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഇതിൽ തട്ടിക്കൊണ്ടു പോകലിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. അതേസമയം തന്നെ നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള അൽ-ഖ്വയ്ദയുടെ അനുബന്ധ സംഘടനയായിട്ടുള്ള JNIM ആണ് ഇതിന് പിന്നിലെന്നാണ് നിലവിൽ ഇപ്പോൾ സൂചന. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സംഭവത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. തൊഴിലാളികളുടെ മോചനം വേഗത്തിലാക്കാൻ മാലി സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. ആക്രമണത്തെ ഇന്ത്യൻ സർക്കാർ ശക്തമായി അപലപിക്കുന്നു. തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായും വേഗത്തിലും മോചിപ്പിക്കാനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ മാലി സർക്കാരോട് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും 3 പേരെ ഉടനടി മോചിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഇതിൽ 3 തൊഴിലാളികളെയാണ്, ഇന്ത്യക്കാരായിട്ടുള്ള 3 തൊഴിലാളികളെയാണ് ഇപ്പോൾ ഭീകരർ തട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്. ഈ മാലിയിൽ ഉടനീളം ഈ ആക്രമണം നടത്തുന്ന JNIM എന്ന അൽ-ഖ്വയ്ദയുടെ അനുബന്ധ സംഘടനയാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം വേഗത്തിലാക്കാൻ മാലി സർക്കാരോട് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഈ 3 തൊഴിലാളികളായിട്ടുള്ള ഈ ഇന്ത്യക്കാരുടെ മോചനം വേഗത്തിലാക്കാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഇന്ത്യയുടെ തീരുമാനം. അർജുന, മാലിയിൽ തീവ്രവാദ സംഘടന തട്ടിക്കൊണ്ടുപോയ 3 ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജൂലൈ 1 മാലിയിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ തീവ്രവാദ ആക്രമണ പരമ്പരയിലാണ് കേസ് നഗരത്തിലെ സിമന്റ് ഫാക്ടറി തൊഴിലാളികളായ ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് രാജേഷാണ്.